മച്ചന്മാരെ, മാസ്റ്റർപ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ ഒന്നുമല്ല, ഞാൻ ഇഞ്ചക്കൽ വഴി ഒന്ന് പാസ് ചെയ്ത് പോയപ്പോൾ ഒരു മസാല സോഡ കട കണ്ടു. മസാല സോഡ കുടിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ മാമൻ്റെ അവിടെ ഒന്ന് കയറി മസാല കുടിക്കാനുള്ള പരിപാടിയാണ്. ഭയോ മസാല കുടിച്ച് നോക്കാം. മാമൻ്റെ പേരെന്താണോ മാമ? എൻ്റെ പേര് അനീഫ. അനീഫ എന്നാണ് മാമൻ്റെ പേര്. മാമൻ്റെ ഒരു മസാല സോഡ സ്പെഷ്യൽ ആയിക്കോട്ടെ. മാമനങ്ങനെ മസാല സോഡ ഉണ്ടാക്കേണ്ട സെറ്റപ്പിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കൈരളി ഫോർഡിൻ്റെ, ഇഞ്ചക്കൽ കൈരളി ഫോർഡിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് മാമൻ്റെ കട. ഞാൻ ഇതുവരെ മസാല സോഡ കുടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ബോർഡ് കണ്ടപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് നിർത്തിയതാണ്. മാമൻ്റെ മസാല മിക്സിങ് ഒക്കെ നമുക്ക് കാണാം. മസാല മാത്രമല്ല, മാമൻ്റെ കടയിൽ മുസംബി ജ്യൂസൊക്കെ ഉണ്ട്. എന്നാലും സ്പെഷ്യൽ നമുക്ക് മസാലയാണ് ആവശ്യം. അതിനാണ് നമ്മളിങ്ങോട്ട് കയറിയത്. എത്ര കാലം ഇവിടെ കട തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. 8 വർഷമായി. അന്ന് തൊട്ടേ ഈ മസാല സോഡ തന്നെയാണ് ഫേമസ് ആയത്. ഈ ഇടയ്ക്കാണ്. കാന്താരികളല്ല, കാന്താരി ഉടക്കൊല്ലി. കാന്താരി ഉടങ്കല്ലിയാണ് മാമൻ്റെ മെയിൻ ഐറ്റം. വെളുത്തുള്ളി, ഇഞ്ചി, ചുക്ക്. വെളുത്തുള്ളി, ഇഞ്ചി, ചുക്കൊക്കെ ആഡ് ചെയ്യും. ശരീരത്തിനും കേടായിട്ടുള്ള ഒന്നുമില്ല. നല്ല തണുത്ത സോഡയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മാമ ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. നമ്മുടെ പഴയ കടകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ സെറ്റപ്പാണ് മാമൻ്റെ കടയിൽ തന്നെ വെച്ചിട്ടുള്ളത്. വെളുത്തുള്ളി, ഇത് കരിയപ്പല, മല്ലിയല. ഓക്കെ. മസാല സോഡ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല സോഡ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്തോ. ഒറ്റ വലി ഫുൾ മസാല. വെറൈറ്റി ഐറ്റമാണ്. മസാല സോഡ കഴിക്കണമെങ്കിൽ നമ്മുടെ മാമൻ്റെ അടുത്ത് ഇഞ്ചക്കലോട്ട് വന്നാൽ മതി. കൈരളി ഫോണിൻ്റെ ഫ്രണ്ടിൽ തന്നെ മാമ ഉണ്ട്. അപ്പോൾ ഒരായി പറഞ്ഞ മക്കളെ, എൻ്റെ പേര് ഹനീഫാണ്. മോനെ, ഇത് കാലപ്പഴക്കം ചെന്ന ഒരു വെറൈറ്റി സോഡയാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്തുള്ള ഒരു വെറൈറ്റി സോഡയാണ്. എൻ്റെ വാപ്പാക്ക് അത് കിട്ടി. എൻ്റെ വാപ്പ മരിച്ചതിനൊക്കെ അത് ഞാൻ എടുത്ത് നടത്തിയാണ് മോനെ. ഇത്രയേ ഉള്ളൂ മക്കളെ. എൻ്റെ നാടൻ ഐറ്റമാണ്. നാട്ടുപുറത്തൊക്കെ ഞാൻ കൊണ്ടുവന്ന് നെല്ലിക്ക്, അമ്പഴങ്ങ ഐറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾക്ക് തരയാണ്. കുടിച്ചവർക്കെല്ലാം നല്ല അഭിപ്രായവും വീണ്ടും വീണ്ടും വന്നുകൊണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ ഒരു റെസിപ്പിയാണ് പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നത്. നമ്മളെ മാമ എല്ലാവർക്കും നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. കഴിച്ചാൽ ദഹനമൊക്കെ ശരിയാവും എന്നാണ് പറയുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നുണ്ട് ദഹനമൊക്കെ പെട്ടെന്ന് ശരിയാവും. നല്ല സെറ്റപ്പാണ്. എല്ലാവരും ഇങ്ങോട്ട് വരിക, കഴിക്കാനുള്ളത് അടിപൊളിയാണ്.